അഫ്ഗാനിസ്ഥാന്റെ തലസ്ഥാനമായ കാബൂളിൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ മരണസംഖ്യ 500-ലേക്ക് അടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഈ ആശുപത്രി കെട്ടിടത്തിന് നേർക്കായിരുന്നു ആക്രമണം. ഈ മദ്യാസക്ത രോഗികളെ ചികിത്സിക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു. ഈ മയക്കുമരുന്നിനും മറ്റും അടിമകളായിട്ടുള്ളവരെ അങ്ങനെ 2000-ഓളം പേർ ഉണ്ടായിരുന്ന ഒരു ആശുപത്രിക്ക് നേരെയാണ് പാകിസ്ഥാൻ ഒരു കനത്ത വ്യോമാക്രമണം നടത്തി. അവിടെ മരണസംഖ്യ ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത് 432 പക്ഷേ 250 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുമ്പോൾ ഏതായാലും 500-ന് മുകളിലേക്ക് മരണസംഖ്യ ഉയരും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഇതിനു മുൻപ് അഫ്ഗാനിസ്ഥാൻ 2021-ൽ അമേരിക്ക അഫ്ഗാൻ വിടുന്നതിന് മുമ്പ് നടന്ന ഒരു വലിയ ചാവേർ ആക്രമണം ഉണ്ടായിരുന്നു. ഈ ഹമീദ് കർസായി എന്ന് പറയുന്ന ഇന്റർനാഷണൽ എയർപോർട്ടിൽ, അഫ്ഗാനിസ്ഥാൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ വലിയ തിക്കും തിരക്കും വരികയും അവിടെ നടന്ന ഒരു ചാവേർ ആക്രമണത്തിൽ 13 US സൈനികർ ഉൾപ്പെടെ 182 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. അതിനുശേഷം അഫ്ഗാനിസ്ഥാൻ തലസ്ഥാനമായ കാബൂളിൽ നടക്കുന്ന ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ കനത്ത വ്യോമാക്രമണം. എന്നാൽ പാകിസ്ഥാൻ പറഞ്ഞത് തങ്ങൾ ആശുപത്രികൾക്കോ അല്ലെങ്കിൽ സിവിലിയൻ കെട്ടിടങ്ങൾക്കോ നേരെ ആക്രമണം നടത്തിയിട്ടില്ല, പകരം തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു. ഏതായാലും അഫ്ഗാനിസ്ഥാനെ തിരിച്ചടി ഭയന്ന് തന്നെയാണ് പാകിസ്ഥാൻ ഇരിക്കുന്നത്. നമുക്കറിയാം, അഫ്ഗാനിസ്ഥാനെ സംബന്ധിച്ച് അവർക്ക് അതിർത്തികളിൽ വലിയ സന്നാഹം ഒരുക്കേണ്ട ആവശ്യമില്ല പാകിസ്ഥാനെ ആക്രമിക്കുന്നതിന്. കാരണം അഫ്ഗാനിസ്ഥാനിൽ തന്നെ നിരവധി പ്രോക്സികൾ, തെഹ്രീക്കെ താലിബാൻ അടക്കമുള്ള നിരവധി പ്രോക്സികൾ പാകിസ്ഥാനിൽ ഉടനീളമുണ്ട്. വിവിധ മതസംഘടനകളുണ്ട് അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം കാലാകാലങ്ങളിലായി പാക് ഭരണകൂടത്തിനെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തി വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനി ഒരു വെടിനിർത്തൽ ഉണ്ടായില്ല, ഇതൊരു വലിയ സംഘർഷം, ഇത് പശ്ചിമേഷ്യ എന്ന സംഘർഷം വ്യാപിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷത്തിലേക്ക് അത് നീങ്ങുമ്പോൾ ഇന്ത്യയുടെ പടിവാതിൽക്കലിലേക്ക് എത്തുന്നു സംഘർഷം എന്നൊരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. ഏതായാലും ഒരു വലിയ ഒരു ആക്രമണം തന്നെയായിരുന്നു. സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ വ്യാപ്തിയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക് പ്രസിദ്ധീകരണം.